അപ്പോൾ ഞങ്ങളുടെ ഇന്ന് 8ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ആദ്യമേക്ക് ചായ വെച്ച് കൊടുക്കുക. വേഗം പുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലേ? പുട്ടുണ്ടാക്കി കൊടുത്തോ വേഗം. നല്ലോണം പണിയുണ്ടിടാ. ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ 2-3 ആളുകളുണ്ട്. ഞങ്ങളുടെ ആദ്യക്കുട്ടനുണ്ട്, ജാസ്മിയൊക്കെ വരും, സുട്ടുമോള് വരും. ഓക്കെ. പിന്നെ അടുത്ത വീട്ടിൽ കുറച്ച് നോമ്പായിട്ട് കൊടുക്കണം. നബുവാണ്, ഭയങ്കര ഇളക്കലാണ്. പൊന്നോ, കല്യാണ സദ്യ ഉണ്ടാക്കണ പോലെയാണ് ആളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല പൂത്തേ? ആ ഓക്കെ. ഇത് അബു ബീഫിനുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അബു? അബു ആണെന്ന് ബീഫ് ബിരിയാണി വെക്കണത് അല്ലേ? ശരി. അബു പാചകം ചെയ്യുമ്പോ സംസാരിക്കില്ല അല്ലേ? അതിനൊന്നും നോക്കി ചിരിക്കും കൂടി ഇല്ല. ഇച്ചിലമ്മ ആരുടെ കൂടി വന്നേ? അതെ, പല്ലൊക്കെ വലുതായല്ലോ. ഇത് ഞങ്ങളുടെ ഇശലുകുട്ടിയാണ് കേട്ടോ. ഇശലുകുട്ടി ഇത് ആദ്യമേനെ കാണാൻ വന്നതാ. ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് കള്ളിപ്പെണ്ണ് ഞങ്ങക്ക് മിഠായി തന്നില്ല. നിങ്ങൾ മുട്ട കട്ട്ലൈറ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. പിന്നെ പഴത്തിൻ്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുട്ട അവിച്ച് വെച്ചു. മുട്ട ഞങ്ങൾ കുനുകുനാന്ന് അരിയും കേട്ടോ. സാധാരണ നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ അതേ സംഭവം. ഞങ്ങളുടെ എഗ്ഗ് കട്ട്ലൈറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഷക്കീലൊക്കെ വന്നിട്ട് പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാളുകുട്ടി ഇന്നത്തെ ഞങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇതൊക്കെ. ശില്പയുടെ അവിടെ നിന്ന് കൊഴുക്കട്ട കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ സ്നാക്ക് പഴത്തിൻ്റെയും ഉണ്ടാക്കി. പിന്നെ മുട്ട കട്ട്ലൈറ്റ്, പൈനാപ്പിൾ, മുന്തിരി, തണ്ണിമത്തങ്ങ, ആപ്പിള്, പിന്നെ പത്തിരിയും പാലപ്പം, ചിക്കൻ കറിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കി. പിന്നെ ജ്യൂസ് ഞങ്ങൾ ചെറുനാരങ്ങ, പുതിനാലിട്ട് അടിച്ചു, അതുണ്ടാക്കി. പിന്നെ നമ്മൾ ബീഫിന് കച്ചമ്പർ അച്ചാറുണ്ടായി. പിന്നെ ജീരകക്കഞ്ഞി, മുന്തിരി ജ്യൂസും ഷമാമും ജ്യൂസ് അടിച്ചു കേട്ടോ. പിന്നെ പുതിനാല ഞാൻ പറഞ്ഞില്ല, അതേപോലത്തെ ജ്യൂസ് അടിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയും ഉണ്ടാക്കി. ഓക്കെ, ഇതൊക്കെ തന്നെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ.